ജ്യോതിക സുഭാഷ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്, മാതാ കോളേജിൻ്റെ സെക്കൻഡ് ബ്രാഞ്ചിൽ. മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജിൽ ഇന്നിവിടെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയാണ്. സീനിയേഴ്സ് ജൂനിയേഴ്സിനെ വരവേൽക്കാൻ ഗംഭീര ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ചകൾക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മുടെ മാതാ കോളേജിൻ്റെ രണ്ടാമത്തെ ലാമ്പ് ലൈറ്റിംഗ് സെറിമണി നമ്മുടെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ ഇന്ന് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സിലേക്ക് വന്ന പിള്ളേർക്ക് ഇപ്പോൾ LBS സ്കിൽ കോഴ്സായ കമ്പ്യൂട്ടർ കോഴ്സ് കൂടെ ഞങ്ങൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ LBSൻ്റെ ഒരു സ്കിൽ കോഴ്സിന് അതിഗംഭീരമായ ലാബ് ഫെസിലിറ്റീസും കൂടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ടി. ഇപ്പം നമ്മുടെ പ്രോഗ്രാം എല്ലാം നടന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട സീനിയർ സ്റ്റുഡൻസ് എല്ലാം നമ്മുടെ ജൂനിയറിന് വേണ്ടി ഒരുപാട് നല്ല പ്രോഗ്രാമുകളും അവർക്ക് സ്നേഹ വിരുന്നുകളൊക്കെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഈ 2024 ലാമ്പ് സെറിമണിയിലേക്ക് ഹാർദവമായിട്ടുള്ള ആശംസകൾ ഞാൻ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ ജ്യോതി സുഭാഷ്, മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ട്രഷറാണ്. അതേപോലെ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ്. 2024 അധ്യയന വർഷത്തിലെ തമ്പാനൂർ ബ്രാഞ്ചിലെ വെൽക്കം സെറിമണി നടന്നു കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, സീനിയർ സ്റ്റുഡൻസ്, അങ്ങനെ പേരൻസ് ഒരുപാട് പേര് പങ്കെടുത്തു. അത് ഗംഭീരമാക്കി ആ പ്രോഗ്രാം. എൻ്റെയും അമ്മയുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. ഇനി മാതാ കോളേജിൽ പുതുതായി ചേർന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ആതിര. ഞാൻ തിരുവനന്തപുരത്ത് ആറ്റിയാൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് ലാമ്പ് ലൈറ്റിംഗ് ഫംഗ്ഷനായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു. ഒരു ഈഗോ ഒന്നുമില്ലാതെ നന്നായിട്ട് സംസാരിക്കാനും അവരിങ്ങോട്ട് വരുന്നത്. പിന്നെ ടീച്ചേഴ്സ് ആയാലും നമ്മളോട് ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് ടീച്ചേഴ്സ് എല്ലാവരും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ മെഴുകുതിരി കത്തിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കുറേ പോസിറ്റീവ് വൈബ്സ് അവർ തന്നായിരുന്നു. കുറേ പ്രോഗ്രാംസൊക്കെ നടത്തി. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കോളേജ്. ഇവിടെ പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല പിന്നെ ഇവിടുത്തെ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അത്ര ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒരു വിശ്വാസമുണ്ട് നല്ല രീതിക്ക് പഠിച്ച് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുമെന്ന്.
മാമും നല്ല ഒരു പോസിറ്റീവ് വൈബ്സ് മാമും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നായിരുന്നു ഇവിടെ. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ആതിര. ഞാൻ തിരുവനന്തപുരത്തെ കല്ലയം സ്വദേശിനിയാണ്. ഞാനൊരു ഹൗസ് വൈഫ് കൂടെയാണ്. എൻ്റെ പഠനകാലത്ത് എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത് മെഡിക്കൽ ഫീൽഡായിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യം അനുസരിച്ച് എനിക്കതിന് കഴിഞ്ഞില്ല. ഇപ്പോൾ എൻ്റെ ആഗ്രഹം മാതാ കോളേജിലൂടെ സഫലമായി. ഞാൻ എല്ലാ വിധത്തിലുള്ള എൻക്വയറി നടത്തിയപ്പോഴത്തേക്ക് ഇവിടെ പഠനവും കലാകായികവുമായി എല്ലാ രീതിയിലുള്ള മികവും ഞാൻ കണ്ടു. ഇന്നിവിടെ വന്നപ്പോഴത്തേക്കും ലാമ്പ് ലൈറ്റിംഗ് ഉണ്ടായിരുന്നു, എല്ലാവിധ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. സീനിയേഴ്സ് ആയാലും ജ്യോതിഷ് സാറ്, ജിജി മാഡം എന്നിവരുടെ എല്ലാ ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു പഠനം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. MD എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാം കൊണ്ടും സന്തോഷമാണ്. ഞങ്ങൾ മാതാ കോളേജിലെ ടീച്ചേഴ്സാണ്. എൻ്റെ പേര് ആതിര. എൻ്റെ പേര് അഹല്യ. മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ലാമ്പ് ലൈറ്റിങ്ങും ഫ്രഷേഴ്സ് ഡേ സെലിബ്രേഷനാണ് ഇന്നിവിടെ നടന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും ഇപ്രാവശ്യം വളരെ ഗംഭീരമായാണ് ഇവിടെ അത് പൂർത്തിയായത്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഒരുപാട് കുട്ടികളും ഇന്നിവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാതാ കോളേജിൻ്റെ ലാമ്പ് ലൈറ്റിംഗ് സെറമണി ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ പുതുമയാർന്ന കാഴ്ചകളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ തമ്പാനിൽ നിന്ന് ജ്യോതിക സുഭാഷ് സൈനിങ് ഔട്ട്.